ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്രത്തോളം ചിലവേറിയതാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും. പക്ഷേ എല്ലാവരും കുറച്ച് കാര്യങ്ങൾ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സ് അല്ലെ ഹോസ്പിറ്റലുകാർ വെറുതെ നമ്മുടെ അടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രത്തോളം ജീവിതത്തിൽ എന്താ പറയുക ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ് ക്യാൻസർ പേഷ്യൻസ്. അവരുടെ കയ്യിൽ നിന്ന് ഈ പൈസയൊക്കെ മേടിച്ചിട്ട് ഇവർ ഹോസ്പിറ്റലിൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇത്രയും ട്രീറ്റ്മെൻറ്റിന് ചിലവുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ചിലവേറുക തന്നെയാണ്. കാരണം നമുക്കൊരു ക്യാൻസർ ആണെന്ന് നമ്മൾ അറിയുന്ന ആ ഒരു ബയോപ്സി തൊട്ട് പിന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ വരെ ഈ ടെസ്റ്റുകൾക്കൊക്കെ നല്ല പണച്ചിലവുണ്ട്. ഓൾറെഡി നമുക്ക് പെറ്റ് സ്കാൻ ആയിക്കോട്ടെ അല്ല ഇതിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് നല്ല ചിലവ് തന്നെയാണ് വരുന്നത്. അത് പൈസയുണ്ട്, അതാണ് അതിനകത്തെ സത്യം. റേഡിയേഷൻ അടുക്കുന്നൊരു സമയത്ത് നന്നായിട്ട് പൈസ വേണം. പിന്നെ കീമോ ചെയ്യുന്നൊരു സമയത്ത് നല്ല രീതിക്ക് തന്നെ പൈസ വേണം. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ള അതൊക്കെ നന്നായിട്ടുണ്ട്. 21 ദിവസം കൂടുമ്പോൾ ഒരു ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഇമ്മ്യൂണോതെറാപ്പിയുടെ മരുന്നുകളൊക്കെ ആയിരിക്കാം. ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം 4 ലക്ഷം ഈ ഒരു പിന്നെ കാലയളവിൽ ഒരു 17 എണ്ണം ഇത് അത് ഓരോ അവർ ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ എത്ര അളവ് അല്ല എത്ര തവണ ഇതൊക്കെ ചെയ്യാന്നുള്ളത്. പക്ഷെ അത്രത്തോളം നമുക്ക് സാമ്പത്തിക ചിലവുണ്ട്. ഇതൊക്കെ ചെയ്താലും ഇതിനകത്ത് ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ ഒരു കൂടെ നിൽക്കുന്നവർക്ക് നമ്മളോട് പറയും, ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യണം, ഇതൊക്കെ ചെയ്താലും തിരിച്ചു വരും. കാരണം തിരിച്ചു വരുന്നൊരു സമയത്തും നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്തൊക്കെ വെറുതെ ആകും. ഒരു പക്ഷേ അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻസും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് എന്നാരും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ദിവസമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. കാരണം ഈ ട്രീറ്റ്മെൻറ്റ് വെറുതെയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം ഇനിയത്തെ മുമ്പോട്ടുള്ള കാലഘട്ടത്തിലുണ്ടല്ലോ ഈ ക്യാൻസർ സർവ്വസാധാരണയാണ്. പഴയ കാലഘട്ടത്തിലെ ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. ഇമ്മ്യൂണോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ അല്ലെങ്കിൽ കീമോയൊന്നും പോലെയല്ല. കാരണം ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു പിന്നെ ഭയങ്കരമായ ചിലവുകളുണ്ട്. കാരണം ഓരോ പിന്നെ സർജറി ആണെങ്കിലും പിന്നെ ഓരോ അങ്ങനത്തെ രീതിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഒത്തിരി ലക്ഷക്കണക്കിന് രൂപയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വരിക. ഇതൊക്കെ നമ്മൾ മുമ്പോട്ട് കാണും. ഇനി ആരും നമുക്കാർക്കും ക്യാൻസർ വരും എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് കുറ്റം പറയാം, അതായത് പാരമ്പര്യമാണെന്ന് പറയാം, പിന്നെ ലൈഫ് സ്റ്റൈൽ രോഗമാണെന്ന് പറയാം, പിന്നെ അല്ല നമ്മൾ പറയും അധികം മസാലകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പുകവലിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മദ്യപിക്കുന്നവർക്കാണെങ്കിൽ മദ്യപിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഏത് സ്റ്റേജിലാണെങ്കിലും ഇതൊന്നും അല്ലാത്തവർക്കും ഇഷ്ടം പോലെ ഇതൊക്കെ വരുന്നുണ്ട്. കാരണം ഇനിയത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ മുമ്പോട്ട് കാണണം. കാരണം ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വന്നാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ. ഇതിനുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറയാൻ നമുക്ക് ഇൻഷുറൻസ് ഇല്ല. അതുപോലെ തന്നെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ അവരൊക്കെ വല്ല കടപ്പാടം വിട്ടിട്ടോ അല്ലെങ്കിൽ കടമെടുത്തിട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ദിവസം ഈ ഭൂമിയിൽ നിൽക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഈ രോഗം വരുന്നവർക്ക് ചിലപ്പോൾ കുഞ്ഞു മക്കളായിരിക്കാം, അല്ല നമ്മുടെ മക്കൾ കുറച്ച് വലുതായാലും അവരുടെ കാര്യങ്ങളൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു സെക്കൻഡ് നമുക്ക് ജീവിക്കണം എന്നാഗ്രഹിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു മുൻകരുതലായിട്ട് എടുക്കേണ്ട ഒരു സംഭവം എന്തുവാന്ന് ചോദിച്ചാൽ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക. കാരണം ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു മെയിൻ പ്രാധാന്യം കേട്ടോ. ഭാരിച്ച ചികിത്സാ രീതി, ഭാരിച്ച ചിലവുകളൊക്കെ നമുക്ക് നാളെ മുമ്പോട്ടേക്ക് വന്നേക്കാം. അപ്പം നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ നമുക്ക് സഹായമാകും. നമുക്ക് ഒത്തിരി നമ്മൾ ഈ പറയുന്ന പോലെ സ്വത്ത് കൂട്ടി വെക്കാനോ അല്ലെങ്കിൽ ഈ പൈസയൊക്കെ കൂട്ടി വെച്ച് നമുക്കൊരു രോഗം വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചികിത്സിക്കാനൊന്നും ആരും നോക്കണ്ട. കാരണം അങ്ങനെയൊന്നും ചിലപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ഒരിക്കലും നമുക്കൊരു രോഗം വരും എന്ന് വിചാരിച്ച് ആരും ഒന്നും ചെയ്യണ്ട. പക്ഷേ ഒരു ഇൻഷുറൻസ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയമായിരിക്കും. കാരണം എനിക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. കാരണം പഴയ കാലമല്ല, ഇന്ന് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവൊക്കെ ഭയങ്കരം ചിലവേറിയതാണ് കേട്ടോ. നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല.
കാരണം നമുക്കൊരു വ്യക്തിയുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളൊക്കെ കഷ്ടപ്പെട്ടാലും നമ്മൾ ഒത്തിരി നീക്കബാക്കിയൊന്നും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അക്കൗണ്ടിലൊന്നും ആർക്കും നീക്കബാക്കിയൊന്നും നമ്മൾ വെക്കാറില്ല. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. സാധാരണക്കാരായ ഒരു മനുഷ്യരെ ചിന്തിക്കുന്നത് നമ്മളിന്ന് മക്കളെ ഒന്ന് പഠിപ്പിക്കണം, അല്ലെങ്കിൽ മക്കളെ ഒന്ന് കരകയറ്റണം, അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവുമല്ലോ, പിന്നെ സാരമില്ല, നമ്മൾ പ്രായമായിട്ടുണ്ടെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ കാര്യങ്ങൾ. ഒരു ഇൻഷുറൻസ് എല്ലാവർക്കും ആവശ്യമാണ്. കാരണം ഈ രോഗം വന്ന എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്.